ഈ 5 ഗോത്രകലകൾ മത്സരവേദിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് പറയാനുള്ളത് നമ്മുടെ പരിശീലകരുടെയും പഠിതാക്കളുടെയും നമ്മൾ കൂട്ടിച്ചേർക്കൽ ഉണ്ടാകുമ്പോൾ ആ തനത് കലകൾ നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കാം. അത് ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ മോഹിനിയാട്ടത്തിന് ഡ്രസ്സ് വേണം, അതിന് വേണ്ടുന്ന താളമേളങ്ങൾ വേണം, കഥകളിയായാലും ഇതുപോലെ വേണം. അതും ഇതുപോലെ അങ്ങനെയുള്ളൊരു കലയാണ് നമ്മുടെ ഈ ഗോത്രകലകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികളും പരിശീലകരും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഗോത്രകലകൾ തനതായി സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളും പരിശീലനം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പഴി നൃത്തം അവതരിപ്പിച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള ഒരു വ്യക്തിയുണ്ട്, കുമളി ജോൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം 55 വർഷത്തോളമായി ഈ അവിടുത്തെ പണിയ സമുദായത്തിലെ കലാകാരന്മാരൊക്കെ കൂട്ടിയിണക്കി കിർത്താഡ്സിൻ്റെ പ്രോഗ്രാമുകൾ പല സംസ്ഥാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5-6 സ്ഥലത്ത് ഇപ്പോൾ അടുത്ത് ജഡ്ജിമെൻ്റ് എനിക്ക് പറ്റി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തുടർന്ന് പോകണമെങ്കിൽ തുടർന്ന് പോകുന്ന കുട്ടികൾ ഒരു ദിവസത്തെ അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനോ എന്തെങ്കിലും ഒരു വഴി ഒരുക്കിയാൽ അത് വരുന്ന തലത്തിലേക്ക് പോകാൻ കൂടുതൽ പ്രയോജനമാകും. അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, അതിന് ബന്ധപ്പെട്ടവരൊന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ തരുന്നതായിരിക്കും. അപ്പം അന്യം നിന്ന് പോകുന്ന കലകൾ സംരക്ഷിക്കപ്പെടണം, അത് നമ്മുടെ കുട്ടികളുടെ ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കളിക്കാർക്കും പിന്നണിക്കാർക്കും നിർബന്ധമായും ഒരേ ഡ്രസ്സ് വേണ്ടതാണ്. ചില ആൾക്കാർ നേരത്തെ പറഞ്ഞല്ല, അത് അടുത്ത തലത്തിൽ പോകുമ്പോൾ അത് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. തണ്ടാട്ടി പോണ്ടവളെ അല്ലിലേലോ താനാവളത്തവളെ തില്ലാലേലോ വെള്ളി സുന്ദരമേട്ട് സുന്ദര വെള്ളി കമ്പി സേലക്കാരമക്കാവല്ലേ ഇതാ തിരിത്തറിപ്പൂക്കാറപ്പായ കണ്ണാവല്ലേ ഇതാ തിരിത്തറിപ്പൂക്കാറപ്പായ കണ്ണാവല്ലേ. എടുത്തു പാടണം. നല്ല കുറച്ച് കുട്ടികൾ നന്നായി പാടിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആരെയും തരംതാഴ്ത്തി പറയാൻ ഒന്നുമല്ല പറഞ്ഞത്. അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ ഈ ചെറിയ പോരായ്മകൾ നികത്താൻ ശ്രമിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ കുട്ടികളെ ഒരു സ്റ്റേജിൽ കയറ്റുമ്പോൾ അത് തലേ ദിവസമെങ്കിലും അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഇട്ടൊന്ന് കളിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. ഇപ്പോൾ തന്നെ അവർ ആ സ്റ്റിക്കൊക്കെ അവിടെ വീണു, അതിൽ ചവിട്ടി ഒരാൾ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെതായ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് തന്നെ അവർ പരിശീലിപ്പിക്കണം. തലേ ദിവസം നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് കൊടുക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. കളിച്ച എല്ലാ ടീമുകൾക്കും A ഗ്രേഡ് കൊടുത്തിരിക്കുകയാണ്. അത് അടുത്ത തലത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കുന്ന കോഡ് നമ്പർ 26 വിജയങ്ങൾക്ക് ആശംസിക്കുന്നു. രണ്ടാം സ്ഥാനം നൽകിയിരിക്കുന്നത് കോഡ് നമ്പർ 34. മൂന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് കോഡ് നമ്പർ 21.